അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം പങ്കെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഈ പോലീസിന്റെ നഗരസഭാ ചെയർപേഴ്സനെ പോലും അവിടെ കയറ്റായിരുന്നൊരു അനുഭവം. പോലീസ് എല്ലാം ഒന്ന് നിയന്ത്രിച്ചു വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ വന്നു ചേരേണ്ടവർക്ക് പോലും ഉണ്ടാകുന്നു. കൃത്യമായിട്ട് പാസ്സുള്ളവരെ പോലീസ് കടത്തിവിടും. കൃത്യമായി പാസ്സുള്ള ആൾക്കാർ വന്നാൽ അതിനനുസരിച്ച് നമ്മൾ കടത്തിവിടും. അതിൽ വേറെ പ്രശ്നമില്ല. അല്ല, അങ്ങനെയില്ല. അതായത് നമ്മള് പോലീസിനോടുള്ളത് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തവണ നമ്മൾ കുറച്ച് അക്കാര്യത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്. അതായത് നഗരസഭാ ചെയർപേഴ്സണ് ഇപ്പൊ ഏത് ഗാലറിയിലാണോ ഇരിക്കേണ്ടത് അതിൽ വേറൊരു കളർ കോഡിലുള്ള പാസും അതുപോലെ മാഡത്തിന് ബാഡ്ജും ഒക്കെ അല്ല, അത് നമ്മൾ ഇത്തവണ അഡ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ഒരു ബുദ്ധിമുട്ട് ഇത്തവണ വരാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ ഒരു കളർ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള എൻട്രിയാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കടത്തിവിടൂ. ഇപ്പൊ ആ പർട്ടിക്കുലർ പോയിന്റ് നെഹ്റു പള്ളിയിൽ എവിടെയാണ് VVIPയുടെ സെക്ടറിൽ പോകേണ്ട ആൾക്കാർക്ക് ഒരു സെപ്പറേറ്റ് കളർ കോഡ് ഉണ്ട്. അപ്പൊ ആ കളർ കോഡായിട്ട് വരുന്നവരെ നമ്മൾ അവിടുത്തെ കടത്തിവിടും. അതിൽ ഒരു സംശയമില്ല. ഇതിനകത്തുള്ളത് നമ്മൾ ഇത്തവണ വേറെ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ബോട്ട് ജെട്ടികൾ പറഞ്ഞിരുന്നല്ലോ. ഈ ബോട്ട് ജെട്ടി കൃത്യമായി പറഞ്ഞ് അവിടുന്ന് എന്താണ് പറയുന്നത്, ഓരോ ഗാലറിയിലേക്ക് പോകേണ്ട, അതായത് ഓരോ പാസിലേക്ക് പോകേണ്ട ബോട്ടുകളും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു ചെറിയ ഫ്ലാഗ്, ഒരു കളറിലുള്ള ഫ്ലാഗ് കൂടെ കൊടുത്തിട്ടാണ് പോലീസിന് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റായ ഒരു സ്ഥലത്തേക്ക് ആ ബോട്ട് പോലും എടുക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇത്തവണ ഒരു പ്ലാനിങ് നടത്തിയിട്ടുള്ളത്. പോലീസും ജില്ലാ അഡ്മിനിസ്ട്രേഷനും മറ്റ് വിവിധ വകുപ്പുകളും ചേർന്നുള്ള ഒരു പ്ലാനിങ് കൃത്യമായി നടത്തിയിട്ടുണ്ട്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ മാക്സിമം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടല്ലേ ഉള്ളൂ. അതായത് മെയിൻ പവലിയനില് നമ്മൾ ഇത്തവണ 2, റോസ് പവലിയനില് അതെ, കഴിഞ്ഞ തവണ നിങ്ങൾക്കുള്ള അത്രയും തന്നെ കിട്ടും. പക്ഷെ ഈ മെയിൻ പവലിയനിൽ നിന്ന് തിരിച്ചിറക്കണമെന്നും പ്രായോഗികമായിട്ട് നടക്കില്ല. പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. അല്ല, എറർ വന്നാൽ അതൊക്കെ നമുക്ക് സ്പെഷ്യൽ കേസായിട്ട് പരിശോധിക്കാം. പക്ഷെ നമുക്ക് അവിടെ ബോട്ടുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പോലീസിന് കൂടാതെ കുറച്ച് ബോട്ടുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കണ്ടിൻജന്റ് സിറ്റുവേഷൻ വരുന്നു, നിങ്ങളുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഒരു ബോട്ട് വേണം, ഇപ്പൊ നമുക്ക് നോക്കാം. അതൊന്നും പ്രശ്നമില്ല. റോസ് പവലിയൻ നമ്മുടെ കൺട്രോൾ റൂം എല്ലാം വരുന്ന ഇപ്പൊ സാറിന് നമ്മൾ പറഞ്ഞ NGBR ഔട്ട് പോലും നമുക്ക് SD ഔട്ടാണ് തരുന്നത്. ആ ഔട്ടിന് ഒരു കേബിൾ കംപ്ലൈന്റ് അല്ല, അങ്ങോട്ട് ബോട്ട് കയറ്റി വിടാൻ പറ്റില്ലല്ലോ. ബസ് അല്ല, മറ്റേ വണ്ടി നടന്നു വരുന്ന കാര്യമാണ്. പുന്നമടയൊക്കെ ടെക്നീഷ്യന് കയറി പോകണമെന്ന് ഇപ്പൊ അയാൾ ഇറങ്ങി ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടായി. ആ ഇലക്ട്രിക്കൽ കയറി വന്നു. ഇയാളെ പുറത്തുനിന്ന് ആ പാസ്വേഡ് കയറ്റി വിടാനായിട്ട് നോക്കാം. ഒരു ചാർജ് ഓഫീസർ അവിടെ കൊടുത്തിട്ടേ അല്ലേ നോക്കാം. നമുക്കൊരു ചാർജ് ഓഫീസർ അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് പോയിന്റ് തരാം. അല്ല, ഒരു ചാർജ് ഓഫീസറെ കൊടുക്കാം. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കോൺടാക്ട് ചെയ്യാൻ അങ്ങനെ സിറ്റുവേഷൻ വന്നാലേ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പെർമിഷൻ കൊടുക്കാം. നോക്കാം നമുക്ക്. അത് ഞങ്ങളൊന്ന് ആലോചിക്കാം എന്ത് ചെയ്യാം. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ആലോചിക്കാം. നോക്കട്ടെ എങ്ങനെ ചെയ്യാം. ഉറപ്പായിട്ടും ഈ പ്രസിന്റെ സൗകര്യം കഴിഞ്ഞ വളരെയേറെ ബുദ്ധിമുട്ടായി. അല്ല, നമ്മൾ മാക്സിമം ഈ പറഞ്ഞതുപോലെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ എണ്ണം നമ്മൾ ഇത്രയേറെ മീഡിയ പങ്കെടുക്കുന്ന വേറെ പരിപാടിയില്ലായിരിക്കും സത്യത്തിൽ. 2 റോസ് പവലിയനിലും മെയിൻ പവലിയനിലുമായിട്ട് മീഡിയ പേഴ്സന്റെ എണ്ണം ഒന്ന് എടുത്താൽ മതി. അത്രയും മീഡിയ പേഴ്സണെ നമ്മള് അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് മീഡിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ മീഡിയ വഴിയാണല്ലോ ഇത് മറ്റുള്ളവരിലേക്ക് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരെ നമുക്ക് എന്തായാലും റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് മീഡിയ വഴിയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്നുള്ളതുകൊണ്ട് അവർക്കൊരു പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അങ്ങേറ്റം കഴിഞ്ഞോണ അങ്ങേട്ട് എത്തിക്കണം, അല്ല അങ്ങേട്ട് എത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ. ഈ പ്രസിലേക്ക് വേറെ പലരും കയറി വരുന്നുണ്ട്. അത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കൃത്യമായ ഒരു ID കാർഡ് പ്രസിന് വേണ്ടി മാത്രം, നിങ്ങളുടെ ID കാർഡ് അല്ല, ഞങ്ങളൊരു ID കാർഡ് ചെയ്തിട്ടുണ്ട്, അത് തരുന്നുണ്ട്. നമുക്കുള്ള സൗകര്യത്തില് അത് നിലനിർത്തണം. അല്ലാതെ പിന്നെ വരുന്നവരെല്ലാവരും അവിടേക്ക് കയറി വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത സാഹചര്യം വരുന്നത്. മീഡിയ പാസ് ഇതാണ്, നിങ്ങളുടെ പാസ്സല്ല, നിങ്ങളുടെ ID ഇതാണ്, ഇതല്ലേ? ഇതാണ് മീഡിയ ID. ഇത് രണ്ടും ഞങ്ങൾ ഇത്തവണ ഒരു എന്താണ് പറയുന്നത്, കളർ കോമ്പിനേഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ മീഡിയ പാസും അങ്ങനെ അത് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ഉൾപ്പെടെ വെച്ച്. സാധാരണ ഉണ്ട്, അതിന് കൃത്യമായ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇൻഫർമേഷൻ ഓഫീസർക്ക് അതിനൊരു അധികാരം കൊടുക്കണം. ഇൻഫർമേഷൻ ഓഫീസറെ പൂർണ്ണ അധികാരം കൊടുത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലല്ല, കഴിഞ്ഞൊക്കെ അദ്ദേഹം വന്നിട്ട് വെറുതെ നിൽക്കുകയല്ലേ. അല്ലല്ല, ഇത്തവണ അങ്ങനെയല്ല. സാധാരണ ഒരു സാറ് പറയുന്നത് ഒരാളും കേൾക്കാറാണ്. ഇപ്പൊ ഇൻഫർമേഷൻ ഓഫീസർ പറയാണ് മീഡിയക്ക് അത്യാവശ്യം വേണ്ട ഒരു പവർ കൊടുക്കണം എന്ന് പറയാൻ ഇല്ല, അങ്ങനെയില്ല. മീഡിയ അങ്ങനെയല്ല. നമ്മുടെ ഇൻഫർമേഷൻ ഓഫീസറാണ് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസർ. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തോടെ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി പറഞ്ഞു. ഓക്കെ, കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉള്ളതാണല്ലോ. അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാൻ അവസരമുണ്ട്. അദ്ദേഹം സംസാരിക്കാറുണ്ട്, മീഡിയയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ ഞങ്ങൾ അംഗീകരിക്കാറുണ്ട്. മറ്റെന്തെങ്കിലും ഇല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണം ഞാൻ ഓൾറെഡി നമ്മളൊരു പത്രക്കുറിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. ഒരു ഡീറ്റെയിൽ ആയിട്ട് പ്രസ് നോട്ട് അതിൽ ഇഷ്യൂ ഉണ്ട്, പ്രസ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണെന്ന് കിട്ടിയല്ലോ.